നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു ടെഡെക്സ് പ്രഭാഷണത്തെക്കുറിച്ചാണ്. പലസ്തീനിലെ ബെത്ലഹേം, ആ ചരിത്രപ്രസിദ്ധമായ നഗരത്തിലെ ആദ്യത്തെ വനിതാ മേയർ വേറ ബാബൂൻ, അവരുടെ അനുഭവങ്ങളാണ് വിഷയം. ഇതൊരു സാധാരണ വിജയകഥയല്ല, മറിച്ച് നേതൃത്വത്തിലേക്ക് വരുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, നേരിടേണ്ടിവരുന്ന ചില അടിസ്ഥാനപരമായ വെല്ലുവിളികളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിലാണ്. അതെ, തീർച്ചയായും. പലസ്തീൻ പോലൊരു സ്ഥലം, അതായത് സംഘർഷങ്ങൾ, പിന്നെ ശക്തമായൊരു പുരുഷാധിപത്യ സമൂഹം, അവിടെ ഒരു സ്ത്രീ മേയറായി വരിക എന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. ബാബൂൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരേ സമയം 3 വലിയ ഭിത്തികളെ മറികടക്കണമായിരുന്നു എന്നാണ്. 3 ഭിത്തികളോ? അതെ. 1, അവിടുത്തെ ഒരു രാഷ്ട്രീയപരമായ അസ്ഥിരത. 2, സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യ ചിന്താഗതി. പിന്നെ 3-ാമത്തേത്, ഇതിൽ നിന്നും എല്ലാം വരുന്ന ലിംഗവിവേചനം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇതിനെയൊക്കെ മറികടക്കാൻ ബാബൂൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്: ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു നേതൃത്വം. അതിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തുടങ്ങിയാലോ? തീർച്ചയായും. ശരി. അപ്പോൾ ബാബൂൻ പറയുന്ന 2 പ്രധാന തടസ്സങ്ങളുണ്ടല്ലോ. ഒന്ന് ഗ്ലാസ് സീലിംഗ്, പിന്നെ ടോക്കണിസം. ഇതിൽ ഗ്ലാസ് സീലിംഗ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ എനിക്ക് ശരിക്കും കൗതുകം തോന്നിയത് 2-ാമത്തെ വാക്കാണ്, ടോക്കണിസം. കാരണം സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കോട്ട പോലുള്ള കാര്യങ്ങൾ നല്ലതല്ലേ? അതെങ്ങനെ ഒരു പ്രശ്നമാകും? അവിടെയാണ് എനിക്ക് ആദ്യം ഒരു സംശയം വന്നത്. വളരെ നല്ലൊരു ചോദ്യമാണത്. നമുക്ക് ആദ്യം ഗ്ലാസ് സീലിംഗ് എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒരു തടസ്സമുണ്ട്. നിയമപരമായിട്ടൊക്കെ സ്ത്രീകൾക്ക് ഏത് ഉയർന്ന സ്ഥാനത്തും എത്താം. പക്ഷേ പ്രായോഗികമായി അവിടെ എത്താൻ ശ്രമിക്കുമ്പോൾ സമൂഹം, സഹപ്രവർത്തകർ, ചിലപ്പോ സ്വന്തം കുടുംബം പോലും അറിയാതെ ചില മതിലുകൾ കെട്ടിപ്പൊക്കും. ഇതൊക്കെ നിനക്ക് പറ്റുമോ? ഇതൊക്കെ ആണുങ്ങളുടെ പണിയല്ലേ? എന്നൊക്കെയുള്ള മനോഭാവങ്ങൾ. പലസ്തീൻ പശ്ചാത്തലത്തിൽ ഇതൊരു വെറും ചില്ല് ഭിത്തിയല്ല, നല്ല കട്ടിയുള്ള ഒരു കോൺക്രീറ്റ് ഭിത്തി തന്നെയാണെന്നാണ് ഖതീബൂൻ പറയുന്നത്. ശരിയാണ്. ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ മുതൽ തുടങ്ങും ഈ ചോദ്യം ചെയ്യലുകൾ. അതെ. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ടോക്കണിസം അതെന്തുകൊണ്ടൊരു കെണിയാകുന്നു? പലസ്തീനിലെ പ്രാദേശിക ഭരണത്തിൽ സ്ത്രീകൾക്ക് 27% കോട്ടയുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു മികച്ച കാര്യമാണ്, സ്ത്രീ ശാക്തീകരണത്തിന് വലിയൊരു ചുവടുവെപ്പാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ബാബൂൻ പറയുന്നത്, ഈ കോട്ടയിലൂടെ അധികാരത്തിൽ വരുന്നൊരു സ്ത്രീക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ എന്നാണ്. അതെന്തൊക്കെയാണ് ആ വഴികൾ? 1-ാമത്തെ വഴി ഒരു ടോക്കണായി മാറുക. ടോക്കൺ? അതായത് പേരിനൊരു വനിതാ പ്രതിനിധി. മീറ്റിംഗുകളിലിരിക്കും, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും, പക്ഷെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ അവരെ ആരും പങ്കാളിയാക്കില്ല. അവരവിടെ ഉണ്ട് എന്നത്, എന്താ പറയാ, തങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കാനുള്ള ഒരു അലങ്കാരം മാത്രം. അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് ആരും ഒരു വിലയും കൽപ്പിക്കില്ല. ഓ, മനസ്സിലായി. അതായത് ശബ്ദമില്ലാത്തൊരു സാന്നിധ്യം. കൃത്യമായി അതുതന്നെ. ഇനി 2-ാമത്തെ വഴിയുണ്ട്. ആ ടോക്കൺ എന്ന ലേബിൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് താൻ കഴിവുള്ള ഒരു നേതാവാണെന്ന് തെളിയിക്കുക. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അവരൊരു പുരുഷ നേതാവിനേക്കാൾ ഇരട്ടി പണിയെടുക്കേണ്ടി വരും. അവരുടെ ഓരോ വാക്കും ഓരോ തീരുമാനവും എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. ഒരു ചെറിയ പിഴവ് വന്നാൽ എല്ലാവരും പറയും, കണ്ടോ, ഇതുകൊണ്ടാണ് സ്ത്രീകളെ ഈ സ്ഥാനത്തിരുത്തരുതെന്ന് പറയുന്നത്. കോട്ട കൊണ്ട് മാത്രം കയറി വന്നാൽ ഇങ്ങനെയിരിക്കും. മനസ്സിലായി. അതായത് ഒന്നുകിൽ ഒരു അലങ്കാരമായി ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ താൻ അലങ്കാരമല്ലെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കരമായൊരു മാനസിക സമ്മർദ്ദമായിരിക്കുമല്ലോ, എപ്പോഴും ഒരു സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്നത് പോലെ. അതാണ് ടോക്കണിസത്തിലെ കെണി. അത് നിങ്ങൾക്കൊരു അവസരം തരുന്നുണ്ട്, പക്ഷെ ആ അവസരത്തോടൊപ്പം ഒരു അദൃശ്യമായ ഭാരവും നിങ്ങളുടെ ചുമലിൽ വെക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അവിടെയാണ് ബാബൂന്റെ പ്രഭാഷണം ഏറ്റവും ശക്തമാവുന്നത്. വെറുതെ കഷ്ടപ്പെട്ട് ഈ പുരുഷാധിപത്യ ഘടനയുടെ മുകളിൽ എത്തുക എന്നതിലല്ല കാര്യം, മറിച്ച് നേതൃത്വം എന്ന ആശയത്തെ തന്നെ പുനർനിർവചിക്കുകയാണ് വേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഇതിനായി അവർ ഉപയോഗിക്കുന്ന അതിമനോഹരമായൊരു പ്രതീകമാണ് യിൻ യാങ്. ഓക്കെ, യിൻ യാങ്. ആ കറുപ്പും വെളുപ്പും ചേർന്ന ചിഹ്നം പരസ്പരം വിപരീതങ്ങളാണെങ്കിലും ഒന്നില്ലാതെ മറ്റേതില്ല എന്നൊരാശയമാണല്ലോ അത്. അതെ, അതുതന്നെ. ബാബൂൻ പറയുന്നു,
പരമ്പരാഗതമായി നമ്മൾ നേതൃത്വത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ യാങ് ഗുണങ്ങളാണെന്ന്, അതായത് പുരുഷസഹജമെന്ന് നമ്മൾ കരുതുന്നവ. അധികാരം, മത്സരം, കർശനമായ അച്ചടക്കം, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആ രീതി, ഒരു വേർട്ടിക്കൽ ലീഡർഷിപ്പ്, ഒരു തരം കമാൻഡ് ആൻഡ് കൺട്രോൾ ശൈലി. ഒരു കമ്പനിയിലെ സിഇഒയെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഇതായിരിക്കും. ശരിയാണ്. ഒരുതരം കർക്കശക്കാരനായ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ. അതേസമയം യിൻ ഗുണങ്ങളുണ്ട്. നമ്മൾ സ്ത്രീസഹജമെന്ന് കരുതുന്നവ. അനുകമ്പ, സഹാനുഭൂതി, മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ്, സഹകരണം, പിന്നെ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ. ഒരു ഹൊറിസോണ്ടൽ ലീഡർഷിപ്പ്. ഈ ഗുണങ്ങളെ പലപ്പോഴും ഒരു ദൗർബല്യമായിട്ടാണ് പരമ്പരാഗത നേതൃത്വ സങ്കല്പങ്ങൾ കാണുന്നത്, അല്ലേ? അപ്പോ ബാബുൻ പറയുന്നത് സ്ത്രീകൾ യാങ് ഗുണങ്ങൾ വളർത്തിയെടുത്ത് പുരുഷന്മാരെ പോലെ ആകണമെന്നാണോ? അതോ പുരുഷന്മാർ യിൻ ഗുണങ്ങൾ പഠിക്കണമെന്നാണോ? ഏതാണ്? രണ്ടുമല്ല. അവിടെയാണതിന്റെ ഭംഗി. ഏതെങ്കിലും ഒന്ന് മറ്റേതിനേക്കാൾ മികച്ചതാണെന്നല്ല അവർ പറയുന്നത്. ഒരു സമ്പൂർണനായ അല്ലെങ്കിൽ സമ്പൂർണയായ ഒരു നേതാവ് ഈ രണ്ട് ഗുണങ്ങളെയും സമന്വയിപ്പിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഓരോ സ്ത്രീയിലും പുരുഷസഹജമായ യാങ് ഊർജമുണ്ട്. ആത്മവിശ്വാസം, ലക്ഷ്യബോധം, ധൈര്യം, അങ്ങനെയുള്ളവ. അതിനെ ഉണർത്തണം. അതുപോലെ ഓരോ പുരുഷനിലും സ്ത്രീസഹജമായ യിൻ ഊർജമുണ്ട്. അനുകമ്പ, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവ്, ക്ഷമ, അതിനെയും അംഗീകരിക്കണം. എനിക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില പഴയ കുടുംബങ്ങളെ ഓർമ്മ വരുന്നു. പുറത്ത് വളരെ കർക്കശക്കാരനായി കാണുന്ന അച്ഛൻ, പക്ഷെ വീടിനെ സ്നേഹം കൊണ്ട് ഒരുമിച്ച് നിർത്തുന്ന അമ്മ. ഈ രണ്ട് ഗുണങ്ങളും ഒരാളിൽ തന്നെ വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ബാബൂൺ പറയുന്നത്, അല്ലേ? വളരെ ശരിയായൊരു താരതമ്യമാണത്. ഒരു നേതാവ് സാഹചര്യത്തിനനുസരിച്ച് ഈ രണ്ട് റോളുകളും കളിക്കാൻ പഠിക്കണം. ചിലപ്പോൾ ഒരു ടീമിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കേണ്ടി വരും, അവിടെ യാങ് വേണം. മറ്റു ചിലപ്പോൾ ടീമിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് വൈകാരികമായ പിന്തുണ നൽകേണ്ടി വരും, അവിടെ യിൻ വേണം. യഥാർത്ഥ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നത് അത് കേവലം സ്ത്രീകളെയും പുരുഷന്മാരെയും ഉൾപ്പെടുത്തുക എന്ന എണ്ണത്തിലുള്ളൊരു കളിയല്ല, മറിച്ച് ഈ രണ്ട് ശൈലികളെയും ഈ രണ്ട് ഊർജങ്ങളെയും ഒരുപോലെ അംഗീകരിക്കലും ഉപയോഗിക്കലുമാണ്. അതായത് നേതൃത്വത്തിന്റെ ടൂൾ ബോക്സിൽ കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാകുക എന്നതുപോലെ. സ്ക്രൂ ഡ്രൈവർ വേണ്ടപ്പോൾ അത് ഉപയോഗിക്കണം, ചുറ്റിക വേണ്ടപ്പോൾ അതും. അല്ലാതെ എപ്പോഴും ചുറ്റിക മാത്രം വെച്ച് എല്ലാ പണിയും ചെയ്യാൻ ശ്രമിക്കരുത്. എക്സാക്ട്ലി, അതുതന്നെ. അതാണ് യഥാർത്ഥ ഉൾക്കൊള്ളൽ. ശരി. അപ്പോൾ ഒരു വനിതാ നേതാവ് ഈ ഗ്ലാസ് സീലിംഗ് ഒക്കെ തകർത്തു, യിൻ യാങ് ബാലൻസ് ഒക്കെ പഠിച്ച് അധികാരത്തിലെത്തിയെന്ന് കരുതുക. അതോടെ പ്രശ്നങ്ങൾ തീർന്നോ? അതോ യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നതേയുള്ളോ? ഇല്ല, അവിടെയും തീരുന്നില്ല. അധികാരത്തിലെത്തിയ ശേഷമുള്ള ദൈനംദിന വെല്ലുവിളികളാണ് അടുത്ത ഘട്ടം. ഇവിടെയാണ് മൈക്രോ അഗ്രഷൻസ്, മൈക്രോ അഫർമേഷൻസ് എന്നീ രണ്ടാശയങ്ങൾ വരുന്നത്. മൈക്രോ അഗ്രഷൻസ്, അതായത് സൂക്ഷ്മമായ ആക്രമണങ്ങൾ. അതെ, ഇവയൊന്നും നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ചെറിയ ചെറിയ കുത്തുവാക്കുകൾ, പുച്ഛം നിറഞ്ഞ നോട്ടങ്ങൾ, സംശയത്തോടെയുള്ള ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, ഒരു മീറ്റിംഗില് ഒരു വനിതാ നേതാവ് ഒരു പുതിയ ആശയം അവതരിപ്പിക്കുമ്പോൾ ഒരു പുരുഷ സഹപ്രവർത്തകൻ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നത് ഒരു മൈക്രോ അഗ്രഷൻ ആകാം. ആ ചോദ്യത്തിന് പിന്നില് ആ ആശയത്തെക്കുറിച്ചുള്ള സംശയത്തെക്കാൾ ഉപരി അത് പറഞ്ഞ വ്യക്തിയുടെ കഴിവിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓഫീസ് മീറ്റിംഗിൽ അവൾ ഒരാശയം പറയും, ആരും അത് കാര്യമായി എടുക്കില്ല. കുറച്ചു കഴിഞ്ഞ് അതേ ആശയം ഒരു പുരുഷ സഹപ്രവർത്തകൻ ചെറിയ മാറ്റങ്ങളോടെ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇതൊരു ക്ലാസിക് ഉദാഹരണമല്ലേ? തീർച്ചയായും. അതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ എത്രമാത്രം മുറിവേൽപ്പിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബാബൂൻ പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ അവർക്ക് ദിവസവും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഇതിനെ നേരിടാൻ അവരുപയോഗിച്ചത് ദേഷ്യമോ വാശിയോ അല്ല, മറിച്ച് അറിവും ആത്മവിശ്വാസവുമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് പുരുഷാധിപത്യപരമായ ചിന്താഗതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് ശാന്തമായി വസ്തുതകൾ നിരത്തി അതിനെ പ്രതിരോധിക്കുക. ദുർബലയായി കാണപ്പെടാതെ എന്നാൽ പ്രകോപിതയാകാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അതൊരു നേതാവിന് അത്യാവശ്യമാണ്. ഇതിന്റെ മറുപുറമാണല്ലോ അപ്പോൾ മൈക്രോ അഫർമേഷൻസ്, ചെറിയ അംഗീകാരങ്ങൾ. അതെ, മൈക്രോ അഗ്രഷൻസ് ചെറിയ പേപ്പർ കട്ട്സ്, അതായത് കടലാസ് മുറിവുകളാണെങ്കിൽ,
മൈക്രോ എഫർമേഷൻസ് ചെറിയ ബാൻഡേഡുകൾ പോലെയാണ്. ഒരു സഹപ്രവർത്തകൻ മീറ്റിംഗിൽ നിങ്ങളുടെ ആശയത്തെ പിന്തുണച്ച് സംസാരിക്കുന്നത്, ഒരു ജൂനിയർ സദ്രൂഗ് നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് നന്ദി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു പുഞ്ചിരി. ഇതെല്ലാം വളരെ ചെറുതാണെന്ന് തോന്നാം. പക്ഷേ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു നേതാവിന് ഇത് നൽകുന്ന ഊർജം വളരെ വലുതാണ്. അപ്പോൾ ഒരു വനിതാ നേതാവിന്റെ ദൈനംദിന ജീവിതം ഈ രണ്ടിനുമിടയിലുള്ള ഒരു നൂൽപ്പാലം യാത്ര പോലെയായിരിക്കും അല്ലേ? തീർച്ചയായും. ഒരു വശത്തുനിന്ന് അവരുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന മൈക്രോ അഗ്രഷനുകൾ വരും. മറുവശത്തുനിന്ന് അവരെ പിന്തുണയ്ക്കുന്ന മൈക്രോ എഫോമേഷൻസും ലഭിക്കാം. ഇതിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയം, അംഗീകാരങ്ങളെ ഊർജമായി വലിച്ചെടുക്കാനുള്ള ഒരു സ്പോഞ്ചും, ഇത് രണ്ടും ഒരേ സമയം ഒരു നേതാവിനാവശ്യമാണ്. ഇതൊരു നിരന്തരമായ ബാലൻസിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രോഡീകരിച്ചാലോ? ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം എന്താണ്? യഥാർത്ഥ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നത് വെറുതെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കലല്ല. അല്ലേയല്ല. അത് നേതൃത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ്. അത് പുരുഷന്റെ ഗുണങ്ങളാണോ സ്ത്രീയുടെ ഗുണങ്ങളാണോ മികച്ചത് എന്ന തർക്കമേയല്ല. മറിച്ച് അനുകമ്പയും അധികാരവും സഹകരണവും മത്സരവും ഇവ ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ ശൈലിയെക്കുറിച്ചാണ്. ആ യിൻ യാങ് പ്രതീകം പോലെ ഈ രണ്ട് ശക്തികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നേതാക്കൾക്ക് മാത്രമേ ഈ സങ്കീർണമായ ലോകത്ത് ഒരു സമൂഹത്തെ ശരിയായി നയിക്കാൻ കഴിയൂ. അതായത് സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവർ പുരുഷന്മാരെ അനുകരിക്കുകയല്ല വേണ്ടത്. പകരം അവരുടെ തനതായ യിൻ ഗുണങ്ങളെ ഒരു ശക്തിയായി ഉപയോഗിക്കണം. അതോടൊപ്പം തങ്ങളിലുള്ള യാങ് ഗുണങ്ങളെ വളർത്തിയെടുക്കുകയും വേണം. ഇതിനർത്ഥം നമ്മൾ നേതാവ് എന്ന വാക്കിന്റെ നിർവചനം തന്നെ മാറ്റിയെഴുതണം. അതെ, നേതൃത്വം എന്നത് ഒരു സ്ഥാനമല്ല, അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഈ രണ്ട് ഗുണങ്ങളും ആവശ്യമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾവിക്കാരനായ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേരാ ബാബുൻ തന്റെ പ്രഭാഷണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, വളരെ കുറച്ചു പേർക്ക് മാത്രമേ നേതാക്കളുടെ ഭാഷ സംസാരിക്കാൻ അറിയൂ എന്ന്. നേതാക്കളുടെ ഭാഷ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്നത് അധികാരത്തിന്റെ ഭാഷയല്ല, മറിച്ച് അനുകമ്പയുടെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ, പിന്തുണ നൽകുന്നതിന്റെ ഒരു ഭാഷയെക്കുറിച്ചാണ്. അത് ഊർജത്തിൽ നിന്ന് വരുന്നൊരു ഭാഷയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഈ ചർച്ച കേട്ടതിനു ശേഷം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത്, നിങ്ങളുടെ ജോലിസ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ കുടുംബത്തിലോ ആരാണ് ഈ ഭാഷ സംസാരിക്കുന്നത്? ഒരുപക്ഷേ അതൊരു സ്ത്രീയാകാം, അല്ലെങ്കിൽ ഒരു പുരുഷനാകാം. അധികാരസ്ഥാനത്തില്ലാത്ത ഒരാൾക്ക് പോലും ഈ ഭാഷ സംസാരിക്കാൻ കഴിയും. കൂടുതൽ ആളുകൾക്ക് നേതൃത്വത്തിന്റെ ഈ പുതിയ ഭാഷ പഠിക്കാനും സംസാരിക്കാനും നമ്മൾ എന്തു ചെയ്യേണ്ടി വരും? ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.